ഇപ്പോഴും ഈ ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. പൂർണ്ണമായും കാട് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ളവരൊക്കെ സൂക്ഷിക്കുക. കാരണം ജാഗ്രതയോടെ മാത്രം പുറത്തിറങ്ങുക. അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ വീടിന് പുറത്തിറങ്ങിയാൽ മതി. കാരണം തണ്ണീർക്കൊമ്പനെ പോലത്തെ ഒരു ആനയല്ല, ഒരാളുടെ ജീവൻ അപഹരിച്ച കാട്ടുകൊമ്പനാണ് ഈ ജനവാസ മേഖലയിൽ കറങ്ങി നിൽക്കുന്നത്. അതിനെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭാഗങ്ങളിലുള്ളവർ, ഒന്നുകൂടി പറയാം, കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളവർ ദയവ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. കമലിലേക്ക് പോവുകയാണ് ഒരിക്കൽ കൂടി. കമൽ, ഈ നിലവിൽ അവിടുത്തെ ഒരു ഈ ആശുപത്രിയിൽ സംഘർഷാവസ്ഥയാണെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ, അങ്ങനെ തുടരുകയാണോ? ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നേ ഉള്ളൂ. കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഉടനെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആശുപത്രിയിൽ നിന്നുള്ള ആളുകൾ കൂടി നിൽക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഞാൻ അതിലേക്ക് വന്നില്ല. അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ ആന കാണുന്ന കഴിഞ്ഞ് നമ്മൾ ആന ഇങ്ങനെ കുനിഞ്ഞ് കുത്തുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഏകദേശം ഇവിടെയാണ്. അവിടെ നിന്ന് ആന ഈ അജിയെ എടുത്ത് തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞു. തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ രക്തക്കറ കണ്ട ആ സ്ഥലത്ത് വെച്ചാണ് ആന അജിയെ ശരിക്കും ആക്രമിക്കുന്നത്. ആദ്യം കുത്താൻ വേണ്ടി താഴ്ന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ആന അജിയെ എടുത്ത് എറിയുകയായിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു അരമതിലുണ്ട്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആ രക്തം തളം കെട്ടി കിടക്കുന്ന സ്ഥലം. അവിടെ വെച്ച് വീണ്ടും ആന പിന്നാലെ പോയി അജിയെ ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമണത്തിൻ്റെ തുടക്കം മാത്രമാണ് നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. വീടിൻ്റെ മുന്നിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നിലധികം തവണ കാണാൻ പോലും കഴിയില്ല. ദാരുണമായ ഒരു സംഭവമാണ്. ജോലിക്കാരെ വിളിക്കാൻ വേണ്ടി സേതു, അത് നമ്മൾ ആ രക്തക്കറ കണ്ട സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. വീടിൻ്റെ പിൻവശത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. ഗേറ്റ് വഴി ആന തിരിച്ചിറങ്ങിയില്ല. കാരണം ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ ഈ മുറ്റം അധികം വീതിയുള്ള മുറ്റമല്ല. നമുക്ക് എങ്ങനെ ഒരു ആന ഈ വഴിക്ക് വന്നു എന്ന് തോന്നുന്ന വിധത്തിൽ ഞാൻ നേരത്തെ ആ വഴിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത്. എന്തായാലും ആന അതുവഴി പുറകിലേക്ക് കുന്നിൻ മുകളിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. ഇപ്പോഴും എവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പല സ്ഥലത്തും ഉണ്ട് എന്ന ആളുകൾ പറയുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും മാനന്തവാടിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അജിയുടെ മൃതദേഹം ഇപ്പോഴുള്ളത്. ഇവിടെ പരിസരവാസികളൊക്കെ ഈ പ്രദേശത്ത് കൂടി നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വനത്തിൽ നിന്ന് അധികം ദൂരെയൊന്നുമല്ല എങ്കിലും പൂർണ്ണമായും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് വീടുകളൊക്കെയുള്ള ഒരു ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ആശങ്കയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. സേതു, കമൽ, നമുക്ക് ഈ ഏതെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ കമൽ? ഞാൻ രാവിലെ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് റേഡിയോ കോളറിൻ്റെ വിവരങ്ങൾ അവർ പങ്കുവെച്ചത്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് രാത്രി 1:30 ഈ ആൻ്റണിയും റിസീവറും എത്തിച്ച വിവരമൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴും അതിൻ്റെ ഫ്രീക്വൻസി കർണാടകയിൽ നിന്ന് ലഭ്യമായില്ല. അതുകൊണ്ട് അതുപയോഗിച്ചുള്ള ട്രാക്കിംഗ് നടന്നിട്ടില്ല. ഇപ്പോഴും ഈ 2 മണിക്കൂറൊക്കെ ഇടവിട്ട് അല്ലെങ്കിൽ 4 മണിക്കൂർ ഇടവിട്ട് ഇൻ്റർനെറ്റ് വഴിയുള്ള ട്രാക്കിംഗ് മാത്രമാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. പക്ഷേ അത് ആക്യുറേറ്റ് അല്ല. കാരണം ഈ സിഗ്നൽ ലഭിക്കുമ്പോഴേക്ക് ആന മറ്റൊരിടത്ത് എത്തിയിട്ടുണ്ടാകും. അത് വലിയ ഇടവേളകളിലാണ് അത് ലഭിക്കുന്നതും. അത്തരത്തിൽ അതിൽ വലിയൊരു പാകപ്പിഴ അതിൻ്റെ കാര്യത്തിൽ ഉണ്ട്. എന്താണെങ്കിലും ആനയെ കണ്ടിട്ടും, അതായത് ആനയുടെ പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടും ഈ പ്രദേശത്ത് മുന്നറിയിപ്പ് നൽകിയില്ല. ഒരു മൈക്ക് അനൗൺസ്മെൻ്റ് ഒരുക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ആളുകളെ വലിയ രീതിയിൽ പ്രകോപിതരാക്കുന്നത്. മുന്നറിയിപ്പ് നൽകിയില്ല എന്നുള്ളതാണ് ആളുകൾ പ്രധാനമായും പറയുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ശരി കമൽ, എന്താണെങ്കിലും കമൽ തുടരുക. കമലിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി പറയുകയാണ്, വയനാട്ടിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലെത്തിയ പുലർച്ചെയുടെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയാണ് ഒരു
ഒരു കർഷകന്റെ ജീവൻ എടുത്തിരിക്കുന്നത്. പടമല സ്വദേശി അജിയാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മാനന്തവാടി ആശുപത്രിയിലാണ്. അവിടെ സംഘർഷാവസ്ഥയടക്കം നിലനിൽക്കുന്നു.